Good morning, students. First order differential equation എന്നുള്ള ലെസണിൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കി, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് നോക്കി. ദാറ്റ് ഈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെയിം ആസ് ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു സെപ്പറബിൾ ഫോം. പിന്നെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ കണ്ടുപിടിച്ചിട്ട്, ഇത് രണ്ടുമല്ല, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നീട് നമ്മളതിനെ എന്തിലേക്ക് എത്തിക്കുന്നു, വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കൊക്കെ എത്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു അല്ലേ. വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് എത്തിക്കുകയല്ല, ഇത് ഇത്തിരി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ഒപ്പം അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷനുള്ള ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വാല്യൂവിൽ അതിൻ്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. f of x x plus 1 into dy by dx plus y equal to log x, y of 1 equal to 10. Given differential equation is x plus 1 into dy by dx plus y equal to log x, y of 1 equal to 10. So differential equation is x plus 1 into dy by dx plus y equal to log x, dividing throughout by x plus 1. So dy by dx plus 1 by x plus 1 into y equal to log x by x plus 1. Then equation 1 എന്ന് കൊടുത്തു. So integrating factor p of x ഏതാ, y യുടെ coefficient ആണ് p of x, that is 1 by x plus 1 and q is log x by x plus 1. Integrating factor കാണാൻ e raised to integral p dx ആണ്, that is e raised to integral 1 by x plus 1 dx, that is e raised to log of x plus 1. e raised to log of x plus 1 is x plus 1. So integrating factor കിട്ടി x plus 1 ആണെന്ന്. ഈ x plus 1 കൊണ്ട് എന്ത് ചെയ്യാം, ഇക്വേഷൻ 1നെ ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So x plus 1 into dy by dx plus x plus 1 into 1 by x plus 1 into y equal to x plus 1 into log x by x plus 1. So x plus 1 വീതം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക, x plus 1 into dy by dx plus y equal to log x. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാ, d by dx of x plus 1 into y ആണ്. d by dx of x plus 1 into y equal to log x. So x plus 1 into y equal to integral log x into 1 dx. integral log x നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, integral log x into 1 dx എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ബൈ പാർട്സ് ചെയ്യാം, integral by parts. That is first function into integral of second minus integral of derivative of first into integral of second dx അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് log xനെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ log x, സെക്കൻഡ് ഫംഗ്ഷൻ 1 എന്ന് പറയുന്നത്. സോ log x into x minus integral 1 by x into x dx, that is x plus 1 into y equal to x log x minus x plus c എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 by x into x dx പറയുമ്പോൾ അത് ക്യാൻസൽ ആയിട്ട് x ക്യാൻസൽ ആയിട്ട് 1 dx എന്നാണ് വരിക. ഇൻ്റഗ്രൽ 1 dx is x plus c. So x log x is equal to minus x plus c. ഇനി ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യാം. y of 1 equal to 10. ദാറ്റ് ഇസ് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 10 ആവുന്നു. സോ നമ്മളതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, 1 plus 1 into 10 equal to 1 into log 1 minus 1 plus c. So 2 into 10 equal to 0. അതെങ്ങനെ 0 ആയത്, log 1 0 ആണെന്ന് അറിയാം. So 1 into 0 is 0 minus 1 plus c. That is 20 plus 1 equal to c, that is c equal to 21. c the value എന്തായി, 21 ആയി. So we can substitute that in the required step, that is x plus 1 into y equal to x log x minus x plus 21. So initial value condition apply ചെയ്യുന്നത് നമ്മൾ unknown അല്ലെങ്കിൽ c യുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Solve the given initial value problem. Assume the solution of the function to be continuous. dy by dx plus y equal to f of x, y of 0 equal to 0, where f of x is equal to 1 if 0 less than or equal to x less than or equal to 1 and 0 if x is greater than 1. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷനായിട്ടാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ്, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണെന്നും എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണെന്നുമാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറയുന്നത്. സോ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി dy by dx plus y equal to f of x, that is equation number 1.
വൈയുടെ കോഎഫിഷ്യൻ എന്താണോ അതാണ് പി ഓഫ് എക്സ്. വൈയുടെ കോഎഫിഷ്യൻ ഇസ് 1, സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ 1 ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇനി എന്ത് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. So e raised to x into dy by dx plus e raised to x into y equal to e raised to x into f of x. That is left hand side എങ്ങനെ എഴുതാം? d by dx of e raised to x into y ആണ് നമുക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്ത് എടുക്കുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? d by dx of e raised to x into y equal to e raised to x into f of x. അതിനെ ഇക്വേഷൻ 2 എന്ന് നോക്കാം. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ തന്നിരിക്കുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇക്വേഷൻ 2 ബിക്കംസ്, അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇൻ്റർവെലിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? അവിടെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 1 ആണ് അല്ലേ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 എന്നാവും. ഇനി നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ എഫ് ഓഫ് എക്സിന് 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2 രണ്ട് ഇൻ്റർവെല്ലിൽ 2 വാല്യൂസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ആ 2 ഇൻ്റർവെല്ലായിട്ടാണ് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഇൻ്റർവെൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് എന്താവും? ഈ സ്റ്റെപ്പ് ഇക്വേഷൻ 2 എന്തായിട്ട് മാറും നോക്കാം. dy by dx into e raised to x into y equal to e raised to x into 1 dx, that is e raised to x into y equal to integral e raised to x dx, that is e raised to x into y equal to integral e raised to x എന്താ? e raised to x plus c. ഇവിടെ ഇനി ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ എന്താ? y of 0 equal to 0. സോ നമുക്ക് ആൻസർ എന്ത് വരും? സിയുടെ വാല്യൂ -1 ആയിട്ട് വരും. The value of c will be -1. e raised to 0 into 0 equal to e raised to 0 plus c. That is 0 equal to 1 plus c, that is c equal to -1 വരും. So e raised to x into y equal to e raised to x minus 1. That is throughout ആയിട്ട് ഒരു e raised to x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So y equal to 1 minus e raised to minus x. അതാണ് ആൻസർ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇൻ്റർവെലിൽ വാല്യൂ എന്ന് പറയുന്നത് y equal to 1 minus e raised to minus x ആണെന്ന് കിട്ടി. ഇനി അതേപോലെ നമുക്ക് എന്തുണ്ട്? രണ്ടാമത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഇൻ്റർവെൽ എന്താ? ഫോർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ഇക്വേഷൻ 2 ബിക്കംസ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? 0 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു 0. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ഡി എക്സ് നമുക്ക് എന്തെടുക്കാം? ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ എന്നെടുക്കാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു c1. ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു c1. ഇനി ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ വരിക? 0 ആണെന്ന് വരിക. സോ അവിടെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യില്ല. സോ ഇവിടെ വൈയുടെ വാല്യൂ എന്താ കിട്ടിയത്? സെക്കൻഡ് ഇൻ്റർവെലിൽ വൈയുടെ വാല്യൂ c1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു c1 എന്ന് കിട്ടി. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ ഇ റേസ് ടു എക്സ്. സോ വൈ ഈക്വൽ ടു c1 ബൈ ഇ റേസ് ടു എക്സ്, ദാറ്റ് ഇസ് ക്യാൻ ബി റിട്ടൺ ആസ് c1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. that is x greater than 1. So y of x എന്ന് പറയുന്നത് എന്താ? 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് 1 minus e raised to minus x for 0 less than or equal to x less than or equal to 1 and c1 e raised to minus x for x is greater than 1. ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ഉദ്ദേശം എന്താ? ആ കോൺസ്റ്റന്റ് c1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണം. By the definition of continuity at a point, it is possible to determine c1 so that the function y of x is continuous at x is equal to 1. നമുക്ക് കണ്ടീഷനിൽ തന്നിട്ടുണ്ട് എന്താ? y of x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? y of x എന്താ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് അറ്റ് x is equal to 1. അപ്പോൾ x is equal to 1 കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദേ വിൽ ബി ഈക്വൽ. കണ്ടിന്യൂസ് ആവുന്നു x is equal to 1 എന്ന് പറയുന്ന പോയിന്റിൽ y of x കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ LHLും RHLും ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് y of xും അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് y of xും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് വാട്ട് എവർ ദ വാല്യൂ യു ആർ ഗെറ്റിംഗ് ദേർ വിൽ ബി ദ സെയിം ആസ് ദ വാല്യൂ ഓഫ് y of x അറ്റ് x is equal to 1. സോ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? c1ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെന്ന് പറയാം.
So limit x tends to 1 plus y of x is equal to c1 e raised to minus x. That is y of 1 equal to c1 into e raised to minus 1. x ന് പകരം 1 കൊടുത്തു. So നമുക്ക് ആദ്യത്തെ വാല്യൂ എന്താ കിട്ടിയ y of 1 equal to c1 into e raised to minus 1. അതേപോലെ limit x tends to 1 minus f of x is equal to 1 minus e raised to minus x ആണ്. ശരിയല്ലേ, നമ്മളിപ്പോൾ രണ്ട് ഇൻ്റർവെൽ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. 0 ലെസ് ദാൻ or equal to x less than or equal to 1 ആണെങ്കിൽ 1 minus e raised to minus x. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലാവുമ്പോൾ നമുക്ക് y of x എന്ന് പറയുന്നത് എടുക്കേണ്ടത് 1 minus e raised to minus x-ഉം അതുപോലെ x greater than 1 ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 1 plus ആവുമ്പോൾ എടുക്കേണ്ടത് c1 e raised to minus x എന്ന് പറയുന്ന വാല്യൂ ആണ്. അതവിടെ ശ്രദ്ധിക്കണം. So limit x tends to 1 minus y of x is equal to 1 minus e raised to minus x. That is 1 minus e raised to minus 1. Since y of x is continuous at x is equal to 1, we get limit x tends to 1 plus y of x is equal to y of 1 equal to limit x tends to 1 minus y of x. That is c1 e raised to minus 1 equal to 1 minus e raised to minus 1. Throughout ആയിട്ട് ഒരു e കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. e raised to minus 1 ആണല്ലോ. സോ ഒരു e കൊണ്ട് ത്രൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ c1 ഈക്വൽ ടു e ഇൻറ്റു e raised to minus 1 ഇൻറ്റു e ദാറ്റ് വിൽ ബിക്കം 1. സോ c1ൻ്റെ വാല്യൂ കിട്ടി e മൈനസ് 1 ആണ്. c1 ഈക്വൽ ടു e മൈനസ് 1. സോ y of x is equal to എന്ത് എഴുതാം, c1ൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയണതിൽ ഓൾറെഡി y of x-ൻ്റെ വാല്യൂ എന്താ 1 മൈനസ് e raised to minus x ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന ഇൻ്റർവെല്ലിൽ y of x-ൻ്റെ വാല്യൂ എന്താ, സിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്തു. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം e മൈനസ് 1 ഇൻറ്റു e raised to minus x. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവിടെ രണ്ട് ഇൻ്റർവെല്ലിലായിട്ട് f of x തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ. In mathematics, science and engineering, some important functions are defined in terms of non-elementary integral. Two such special functions are error function and complementary error function, denoted and defined as follows. Error function of x is equal to 2 by root pi integral 0 to x e raised to minus t square dt, and complementary error function adirana ERFC of x. ERFC of x is equal to 2 by root pi integral x to infinity e raised to minus t square dt. Okay, so since integral 0 to infinity e raised to minus t square dt is equal to pi by 2 root pi by 2, we can write 2 by root pi integral 0 to infinity e raised to minus t square dt equal to 1. കാരണം അത് ഇൻ്റഗ്രൽ 0 to infinity e raised to minus t square dt എന്ന് പറയുന്നത് റൂട്ട് പൈ ബൈ 2 ആണെങ്കിൽ ഓൾറെഡി എന്തുണ്ട് 2 by root pi ഉണ്ട്. സോ ഇറ്റ് ഗെറ്റ് ക്യാൻസൽ ആൻഡ് വിൽ ബിക്കം ദ ആൻസർ ആസ് 1. So by using additive interval property of definite intervals, we get error function of x and complementary error function of x is equal to 2 by root pi common എടുത്താൽ അല്ലെങ്കിൽ 2 by root pi common എടുത്തു കഴിഞ്ഞാൽ integral 0 to x e raised to minus t square dt plus integral x to infinity e raised to minus t square dt. That can be written as integral 0 to infinity e raised to minus t square dt. That is 2 by root pi integral. രണ്ട് ഇൻ്റർവെല്ലും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ഒരേതായിട്ട് ഒരുമിച്ച് കമ്പൈൻ ചെയ്യാം. integral 0 to x plus integral x to infinity can be written as integral 0 to infinity e raised to minus t square dt. ഇനി 0 to infinity കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൻസർ എന്താ വരിക, integral 0 to infinity e raised to minus t square dt എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു റൂട്ട് പൈ ബൈ 2 ആണെന്ന്. ശരിയല്ലേ? സോ 2 by root pi ഇൻറ്റു റൂട്ട് പൈ ബൈ 2 ചെയ്യുമ്പോൾ ആൻസർ എന്താ വരിക, 1 ആണ് വരിക. സോ നമുക്ക് എറർ ഫംഗ്ഷനും കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷനും തമ്മിൽ റിലേറ്റ് ചെയ്യാം. എന്താണ് റിലേഷൻ? എറർ ഫംഗ്ഷൻ പ്ലസ് കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 1. ഇതിനൊരു പ്രോബ്ലമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Express the solution of the given initial value problem in terms of error function or integral defined function. dy by dx minus 2xy equal to 1, y of 1 equal to 1. Differential equation മാത്രം എടുത്ത് എഴുതാം. dy by dx minus 2xy equal to 1. So p of x എന്ന് പറയുന്നത് minus 2xും q of x അല്ലെങ്കിൽ f of x എന്ന് പറയുന്നത് 1 ആയിട്ട് എടുത്തു. Both p and f are continuous on interval minus infinity to infinity. p of x എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 2x എന്ന് പറയുന്നതും അതുപോലെ 1 എന്ന് പറയുന്നതും എന്താണ്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം, ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എസ് ദാറ്റ് ഇസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ മൈനസ് 2x dx ദാറ്റ് ഇസ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 വീതം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും.
ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ടു എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 ദാറ്റ് ഇസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെ വരും റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. Since the indefinite integral on both sides of the above equation needs to be a non-elementary integral and the initial value is given at x is equal to 1. ഇവിടെ നമുക്ക് കണ്ടീഷൻ എന്താ? y of 1 equal to 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? സോ അങ്ങനെയാകുമ്പോൾ ഓവർ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 to x. ഓക്കെ, ഇവിടെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ തന്നിരിക്കുന്നത് y of 1 equal to 1 ആണ്. ദാറ്റ് ഈസ് എക്സ് ഇസ് റേഞ്ചിങ് ഫ്രം 1 to x എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 to x യൂസിങ് t ആസ് എ ഡമ്മി വേരിയബിൾ ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 2 ഓവർ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1, x വി ഗെറ്റ്. നമ്മൾ അവിടെ കിട്ടിയിരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു മാറ്റം വരുത്തണം. എന്ത് ചെയ്യാൻ പോകുന്നു? integral d by dx of e raised to minus x square into y equal to e raised to minus x square എന്നുള്ളതിന് നമ്മൾ ഒരു ചെറിയൊരു മാറ്റം വരുത്തുന്നു. എന്താണ്? integral 1 to x d by dt into e raised to minus x square into y dt equal to integral 1 to x e raised to minus t square dt. അങ്ങനെ നമ്മൾ ജസ്റ്റ് ടി എന്ന് പറഞ്ഞ ഒരു ഡമ്മി വേരിയബിൾ കൊണ്ടുവന്നിട്ട് നമ്മളതിനെ മാറ്റി എഴുതണമെന്ന് മാത്രം. എന്താ ചെയ്ത? ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ പ്രകാരം എക്സ് ഇസ് റേഞ്ചിങ് ഫ്രം 1 to x ആൻഡ് നമ്മളൊരു ഡമ്മി ആയിട്ട് ഒരു വേരിയബിൾ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് നമുക്ക് കിട്ടിയ സ്റ്റെപ്പിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ? integral 1 to x d by dt of e raised to minus x square into y dt equal to integral 1 to x e raised to minus t square t. ഇനി ഇതിനെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? e raised to minus x square into y of t. e raised to minus x square കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ e raised to minus x square will be constant and dy by dt can be written as y of t over the interval 1 to x equal to integral 1 to x e raised to t square dt. e raised to minus t square dt. That is e raised to minus x square upper limit and lower limit, that is right left hand side la y of t at x at 1 to x എന്നാണല്ലോ കിട്ടിയിരിക്കുന്നത്. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. സോ e raised to minus x square y of x minus e raised to minus 1 y of 1 equal to integral 1 to x e raised to minus t square dt. Using the initial value condition in y of 1 equal to 1, e raised to minus x square y of 1 equal to e raised to minus 1 equal to integral 1 to x e raised to minus t square dt. That is y of x മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y of x മാത്രം ആക്കിയിട്ട് ബാക്കി എല്ലാ ടേംസും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 to x e raised to minus t square dt പ്ലസ് e raised to minus 1 ഇൻറ്റു e raised to x square എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ട് സൈഡും e raised to minus 1 കൊണ്ട് ആഡ് ചെയ്യുന്നു, പിന്നീട് രണ്ട് സൈഡും e raised to x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. e raised to x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം e raised to minus 1 കൊണ്ട് ആഡ് ചെയ്യുന്നു, പിന്നീട് e raised to x square കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് y of x is equal to ലെഫ്റ്റ് ഹാൻഡ് സൈഡ് y of x മാത്രമാവും. y of x is equal to integral 1 to x e raised to minus t square dt plus e raised to minus 1 into e raised to x square എന്ന് വരും. ദാറ്റ് ഈസ് e raised to x square into ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അവിടുത്തെ e raised to minus 1 into integral 1 to x e raised to minus t square dt. അവിടെ മാത്രം integral 1 to x e raised to minus t square dt can be written as error value function പ്രകാരം root pi by 2 into 2 by root pi integral 1 to x e raised to minus t square dt. അതല്ലെങ്കിൽ നമ്മൾ ആ എറർ ഫംഗ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു root pi by 2 root pi by 2 into 2 by root pi എന്ന് ജസ്റ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മളായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. root pi by 2 into 2 by root pi is same as 1. സോ അവിടെ നമ്മൾ ജസ്റ്റ് എറർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ e raised to x square into e raised to minus 1 പ്ലസ് root pi by 2 into ആ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? 2 by root pi integral 1 to x e raised to minus t square dt can be written as എറർ ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 by root pi integral 0 to x e raised to minus x square dt is
എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 to x ആയതുകൊണ്ട് 2/√π ഇൻറ്റു ഇൻ്റഗ്രൽ 1 to x ആയതുകൊണ്ട് എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് എറർ ഫംഗ്ഷൻ അറ്റ് 1 ERF(x) മൈനസ് ERF(1) എന്നാവും. ദാറ്റ് ഈസ് y ഈക്വൽ ടു e റേസ് ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ e റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു e റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു √π/2 ഇൻറ്റു ERF(x) മൈനസ് ERF(1). ഓക്കെ, ഇതാണ് എറർ ഫംഗ്ഷനായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.